കേരള കോൺഗ്രസ് ജോസ് വിഭാഗം തിരികെ UDF-ലേക്കോ? ജോസ് കെ മാണി VD സതീശനും PK കുഞ്ഞാലിക്കുട്ടിയുമായി ചർച്ച നടത്തി. അതേസമയം മന്ത്രി റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണൻ MLA-യും മുന്നണി മാറ്റത്തെ എതിർക്കുകയാണ്. എല്ലാ അഭ്യൂഹങ്ങളും മാത്രമെന്ന് റോഷി അഗസ്റ്റിനും പ്രതികരിച്ചു. റോഷിയെയും പ്രമോദിനെയും അന്വയിപ്പിക്കാൻ ജോസ് കെ മാണി കോൺഗ്രസ് നേതൃത്വത്തോട് സമയം തേടി എന്ന വാർത്തകളും പുറത്തേക്ക് വരുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് മുൻപ് വിസ്മയകരമായ പലതും സംഭവിക്കുമെന്ന് VD സതീശനും പ്രതികരിച്ചു. ജോസിന്റെ UDF പ്രവേശനം അത്ര പെട്ടെന്ന് സാധ്യമോ എന്ന പരിശോധനയിലേക്കാണ് മാതൃഭൂമി ന്യൂസ് കടക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് മാർഷൽ V സെബാസ്റ്റ്യനും D പ്രമേഷ് കുമാറും തത്സമയം വിശകലനങ്ങളുമായി ചേരുകയാണ്. എന്തായിരിക്കാം ഇനി അടുത്ത നീക്കം UDF-ൽ നടക്കാൻ പോകുന്നത്? തിരഞ്ഞെടുപ്പ് അടുക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോഴാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ വരുന്നത് എന്ന പ്രത്യേകത കൂടി ഉണ്ട്. പരിശോധിക്കാം. മാർഷലിലേക്ക്. മാർഷലേട്ടാ, ഇപ്പോൾ ഈ വരുന്ന നീക്കങ്ങൾ അത് എത്രത്തോളം സ്ഥിരീകരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്? കാരണം നമുക്കറിയാം, കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് ചരിത്രപരമായിട്ട് അങ്ങോട്ട് പോക്കും ഇങ്ങോട്ട് പോക്കും മറുകണ്ഠം ചാടലുമൊക്കെ തന്നെ പുതിയ കാര്യമല്ല. രാഷ്ട്രീയമായി നോക്കുമ്പോൾ ഒരു പ്രതിസന്ധിക്ക് രാഷ്ട്രീയമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നിലവിൽ എന്തെങ്കിലും തരം അവമതിപ്പോ അല്ലെങ്കിൽ അനുഭവങ്ങളോ ഉള്ള സാഹചര്യത്തിൽ മുന്നണി വിടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. പക്ഷേ കേരള കോൺഗ്രസ് ആണ്, അതിലൊരു പുതുമയുമില്ല. എന്താണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം? ആസന്നമായ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ചരട് വലികൾക്ക് എത്രത്തോളം വിശ്വാസ്യതയുണ്ട്? അതായത് ഇനി 2 മാസം കൂടിയേ ഉള്ളൂ തെരഞ്ഞെടുപ്പിന് വരുന്നുള്ളൂ. ആ സമയത്ത് മുന്നണി മാറ്റമൊന്നും കേരള രാഷ്ട്രീയത്തിൽ അത് പുതിയ കാര്യമൊന്നുമല്ല. നമ്മൾ ഏതൊരു നിയമസഭാ തെരഞ്ഞെടുപ്പോ എടുത്തു നോക്കിയാലും കാണാം. ഇതിപ്പോൾ ഐഷ പോറ്റി വന്നില്ല എന്ന് പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു പ്രമുഖ നേതാവ് അങ്ങോട്ട് മാറുന്നു, ഒരു നേതാവ് ഇങ്ങോട്ട് വരുന്നു, ഒരു മുന്നണി അങ്ങോട്ട് മാറുന്നു. ഇതിനൊരു കളവൊരുക്കലുണ്ട്. അതായത് മുന്നണി മാറ്റത്തിനൊരു കളവൊരുക്കൽ. ആ കളവൊരുക്കലാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതായത് ജോസ് കെ മാണി വിഭാഗത്തെ അവർ മുന്നണിയിൽ നിന്ന് പോയ അന്നു മുതൽ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമം UDF നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ചർച്ചയല്ല. വളരെ നാളുകളായിട്ട് ഈ ചർച്ച നടന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ നടക്കുന്ന ചർച്ചകളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു വാർത്ത പൊട്ടിപ്പുറപ്പെടുന്നത്. എന്നാൽ നിർഭാഗ്യം എന്ന് പറയട്ടെ, ജോസ് കെ മാണിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ മന്ത്രിയും ഒരേപോലെ പറയുന്നുണ്ട്. എന്താണ്, ഇങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾ മുന്നണി മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല, ഞങ്ങൾ ഇതിനോടൊപ്പം തന്നെ ഉറച്ചു നിൽക്കുമെന്ന്. പക്ഷേ സംശയമുണ്ടാകുന്നു, കഴിഞ്ഞ ദിവസത്തെ സമരത്തിൽ ജോസ് കെ മാണി പങ്കെടുത്തില്ല, ജോസ് കെ മാണി ജാഥ ക്യാപ്റ്റൻ ആകുമോ? അതിൽ ഇതൊക്കെ സ്ഥിരീകരിക്കാത്ത ഇതാണ്. ഞാനതിനെ അഭ്യൂഹം എന്നാണ് പറയുന്നത്. കുറേ അഭ്യൂഹങ്ങളുണ്ട്, ചർച്ചകളുമുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ നിലപാട് വ്യക്തമാക്കി വരണം എന്ന് പറയുന്നു. അതിൽ എത്രമാത്രം ശരി തെറ്റ് എന്നുള്ള കാര്യം ശരിക്കും പറഞ്ഞാൽ ആർക്കറിയാം. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, സോണിയാഗാന്ധി ജോസ് കെ മാണിയെ ബന്ധപ്പെട്ടു, ഫോണിൽ വിളിച്ചു, അതിലെന്തെങ്കിലും സ്ഥിരീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളുണ്ടോ? എനിക്ക് സ്ഥിരീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. കാരണം ഒന്നുകിൽ സോണിയാഗാന്ധി പറയണം, അതല്ലെങ്കിൽ ജോസ് കെ മാണി പറയണം. ഞാൻ കൈപ്പള്ളിയെ ഫോണിൽ വിളിച്ചു എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ കൈപ്പള്ളി പറഞ്ഞല്ലേ ഞാൻ, അതാണല്ലോ അടിസ്ഥാനമായ സ്ഥാനം. അതല്ല പിന്നെ നമ്മൾ കാൾ റെക്കോർഡൊക്കെ നോക്കിയിട്ട് വേണം പറയാൻ. അതുകൊണ്ടാണ് സോണിയാഗാന്ധി നമുക്ക് മനസ്സിലാക്കാൻ ഇത് സ്വാഭാവികമാണ്. അപ്പം സോണിയാഗാന്ധി വിളിച്ചു എന്ന് പറയുന്നതും ഒരു അഭ്യൂഹമാണ്. അതാണ് ഞാൻ നേരത്തെ ആ വാക്ക് ഉപയോഗിച്ചത്. ഇതൊരു അഭ്യൂഹമാണ്. ഇതിനകത്ത് എത്രമാത്രം സത്യസന്ധത ഉണ്ടെന്ന് അറിയില്ല. പക്ഷേ UDF-ലേക്ക് കേരള കോൺഗ്രസ് മാണി വിഭാഗം പോകുമോ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. കാരണം കേരളത്തിൻ്റെ രാഷ്ട്രീയ രീതി അനുസരിച്ച് നോക്കുമ്പോഴും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ പിന്തുണയ്ക്കുന്ന ജനവിഭാഗവും അവരുടെ സാമുദായിക ബലവും ഒക്കെ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു UDF മുന്നണിയിൽ പ്രവർത്തിക്കേണ്ട രാഷ്ട്രീയ പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ അവർ ആ മുന്നിലേക്ക് പോയേക്കാം. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, വർത്തമാനകാല രാഷ്ട്രീയത്തിൽ അത്തരമൊരു സംഭവം ഉണ്ടായെന്നുള്ള അന്വേഷണം വരുമ്പോൾ ജോസ് കെ മാണിയെ സോണിയാഗാന്ധി വിളിച്ചു എന്നതിന് യാതൊരുവിധ തെളിവുകളുമില്ല. സഭയുടെ സമ്മർദ്ദമുണ്ടോ? സഭയുടെ സമ്മർദ്ദമുണ്ടോ എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ട് നേരിട്ടത് അവർക്കത് സമ്മതിക്കാൻ പറ്റില്ല. എങ്കിൽ തന്നെയും ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ അഭികാമ്യമെന്ന് കരുതുന്നത് UDF-നൊപ്പം നിൽക്കുന്നതാണ് എന്ന് വിശ്വസിക്കുന്നതാണ് സഭയുടെ ഒരു രീതി. ആ രീതിക്ക് ഇപ്പോഴും മാറ്റം വന്നിട്ടില്ല. അന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് നിലപാട്. അത് ശ്രദ്ധിക്കേണ്ട കാര്യം, എന്തുകൊണ്ടായിരുന്നു അന്ന് UDF വിട്ടിവർ പോയത്? അതിനുശേഷമുള്ളത് ഇതിനകത്ത് മുസ്ലിം ലീഗ് വലിയൊരു ഘടകമാണ്. അതായത് ഇപ്പം എനിക്ക് ലഭ്യമാകുന്ന ഒരു ഫോർമുല പറയാം. അത് കേൾക്കുമ്പോൾ കൈപ്പള്ളിക്ക് മനസ്സിലാകും. അതായത് കേരള രാഷ്ട്രീയത്തിൽ കേരള കോൺഗ്രസ് എത്ര സീറ്റിൽ മത്സരിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് മാണി വിഭാഗം മത്സരിച്ചത് 13 സീറ്റിലേക്കായിരുന്നു. അതിൽ 13ാമത്തെ സീറ്റായ കുറ്റ്യാടി CPM-ന്റെ ഇടപെടലിനെ തൊട്ട് തിരിച്ചു കൊടുക്കേണ്ടി വന്നു. അങ്ങനെ 12 സീറ്റിൽ അവർ മത്സരിച്ചു. 5 സീറ്റിൽ അവർ വിജയിച്ചു, 7 സീറ്റിൽ അവർ പരാജയപ്പെട്ടു. അപ്പുറത്ത് 10 സീറ്റിലാണ് കേരള കോൺഗ്രസ് ജോസഫ് മത്സരിച്ചത്. 2 സീറ്റിൽ അവർ വിജയിച്ചു, 8 സീറ്റിൽ അവർ പരാജയപ്പെട്ടു. ഇവർ മുന്നണി 2ആയി മാറുന്നതിന് മുമ്പ് ഒറ്റയ്ക്ക് നിന്ന സമയത്ത് അവർ മത്സരിച്ചത് 15 സീറ്റിലാണ്. ഈ 15 സീറ്റിൽ അവർ അന്ന് ജയിച്ച അതേ
എണ്ണം വന്ന് 8 സീറ്റാണ് അവർ ജയിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ മടങ്ങി വന്നാൽ ഈ 15 സീറ്റായിരിക്കും കൊടുക്കുക. അതായത് കേരള കോൺഗ്രസ് ജോസഫിനും കേരള കോൺഗ്രസ് മാണിക്കും കൂടി ഈ 15 സീറ്റ് കൊടുക്കാമെന്നൊരു ഫോർമുല മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴും ചോദ്യമുണ്ട്, ജോസ് കെ മാണിക്ക് എവിടെയായിരിക്കും സീറ്റ്? ജോസ് കെ മാണിക്ക് തിരുവമ്പാടിക്ക് പോവോ? ഇല്ല. ജോസ് കെ മാണിക്ക് പകരം മാണി സി കാപ്പനെ തിരുവമ്പാടിയിലേക്ക് വിടുകയും ലീഗിൻ്റെ കയ്യിൽ നിന്ന് തിരുവമ്പാടി സീറ്റ് മാണി സി കാപ്പന് കൊടുക്കുകയും വേണം. അങ്ങനെ പാലായിൽ ജോസ് കെ മാണി മത്സരിക്കണം. ഇതൊക്കെ ഒരു ഫോർമുല തുടക്ക ചർച്ചകളിലേക്ക് വന്നിട്ടുണ്ട്. ഇതൊക്കെ നടക്കുമോ എന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രീയമാണ്. നമുക്കറിയാം, ഒന്നും രണ്ടല്ല രാഷ്ട്രീയത്തിൽ, എന്ത് വേണേൽ സംഭവിക്കാം. തീർച്ചയായും പ്രമേഷ് ചേട്ടാ, അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതിനുശേഷം നടന്ന 4 ഉപതെരഞ്ഞെടുപ്പുകൾ, ആ 4 ഉപതെരഞ്ഞെടുപ്പുകളിലും നല്ല മേൽക്കൈ, അതായത് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകൾ, രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ജോസ് കെ മാണി ഇല്ലാതെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഈ പറയുന്ന UDF നേരിട്ടത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മിന്നും വിജയം ഉണ്ടായ സമയത്തുമില്ല. അപ്പോൾ മാത്രമല്ല, ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ജോസ് ഒരു ഫാക്ടറി ആയിരുന്നില്ല ഇവരെ സംബന്ധിച്ച്. അപ്പോൾ ഇപ്പോഴുണ്ടാകുന്ന ജോസിൻ്റെ ഒരു അനിവാര്യത അത് കോൺഗ്രസിനെ സംബന്ധിച്ചോളം മുഖം തിരിച്ചാലും കോൺഗ്രസിനൊരു തിരിച്ചടിയല്ല എന്ന് ഉള്ള ഒരു ബേസിക് സാധനമുണ്ട് അവിടെ. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ നിലവിലുള്ള UDFിലെ മുന്നണികൾ, ഒന്ന് ജോസഫ് ഉണ്ട്, പിന്നെ പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ നിന്ന മാണി സി കാപ്പനുണ്ട്, പാലായിലാണ്. ഇവരെയൊക്കെ കൈവിട്ടുകൊണ്ട് തിടുക്കപ്പെട്ട് കൊണ്ട് ജോസിനെ പ്രതിഷ്ഠിക്കാനുള്ള ഒരു സാധ്യത എത്രത്തോളമുണ്ട്? ഒരുപക്ഷേ രാഷ്ട്രീയമാണ്, സാധ്യത ഉണ്ടാകാം. എങ്കിലും കൂടി ഉണ്ടാകാൻ പോകുന്ന പ്രതിസന്ധി അത്ര പെട്ടെന്ന് സാധ്യമാണോ ഈ മുന്നണി മാറ്റം? അല്ല, സാധാരണ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പായിട്ട്, പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പായിട്ട് കേരള കോൺഗ്രസ്സുകളിലെ പിളർപ്പും അതുപോലെ തന്നെ കേരള കോൺഗ്രസ്സുകളുടെ മുന്നണി മാറ്റമൊക്കെ നാം ധാരാളമായി കണ്ടിട്ടുള്ളതാണ്. മിക്കവാറും 2 മുന്നണികളിലുള്ള കേരള കോൺഗ്രസ്സുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിയിട്ടുണ്ട്. ഇത് തന്നെയാണ് ജോസഫ് വിഭാഗത്തിന് സംഭവിച്ചത്. 2011 അവർ VS സർക്കാരിൻ്റെ ഭാഗമായിരുന്നു. 2006 അത് കഴിഞ്ഞ് ആ സർക്കാരിൻ്റെ അവസാന കാലത്ത് അവർ UDFിലേക്ക് പോയി. അതിൽ 1-2 ആൾക്കാർ അവശേഷിച്ചു. സുരേന്ദ്രൻ പിള്ളയെപ്പോലുള്ള 1-2 പേര് LDFിൽ തുടർന്നു. പോയവരിൽ ആന്റണി രാജുവും ഫ്രാൻസിസ് ജോർജും ഒക്കെ പിന്നീട് ജനാധിപത്യ കേരള കോൺഗ്രസുമായിട്ടൊക്കെ തിരിച്ചു വന്നു. അങ്ങനെ നമ്മൾ ഈ പിളർപ്പും മാറ്റമൊക്കെ ധാരാളം കാണുകയാണ്. ഏതാണ്ട് സമാനമായ സാഹചര്യമാണ് ഇപ്പോൾ വരുന്നത്. 89 അന്ന് UDF വിടുകയും പിന്നെ അതിനുശേഷം സ്വതന്ത്രനായിട്ട് അദ്ദേഹം മൂവാറ്റുപുഴയിൽ മത്സരിച്ചു. PJ ജോസഫ് പിന്നെ LDFിൽ പോയിട്ട് ദീർഘകാലം 20 വർഷത്തോളം LDFിൻ്റെ ഭാഗമായി നിന്നു. 2011 UDFിലേക്ക് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള കോൺഗ്രസ്സുകളുടെ ഈ പറഞ്ഞതുപോലെ UDF കേരള കോൺഗ്രസിലൊപ്പം നിൽക്കുന്ന ജനവിഭാഗങ്ങൾ സ്വാഭാവികമായിട്ടും UDF ബാന്ധവം ആഗ്രഹിക്കുന്നു എന്നൊക്കെയുള്ള ഒരു അനുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് PJ ജോസഫും കൂട്ടരും പിന്നീട് UDFിലേക്ക് തിരിച്ചു വന്നത്. സമാനമായ പ്രതിസന്ധിയാണ് കേരള കോൺഗ്രസ് നമ്മുടെ ജോസ് വിഭാഗവും ജോസ് കെ മാണി വിഭാഗവും നേരിടുന്നത്. ഇപ്പോൾ പിന്നെ UDF അവരെ പുറത്താക്കിയാണ് ശരിക്കും. കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാത്തതിൻ്റെ പേരിൽ അവരെ പുറത്താക്കുകയാണ് ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അന്ന് രാഷ്ട്രീയ അഭയം നൽകുന്നത് LDF ആയിരുന്നു. LDFിൽ വന്നു. ഇവിടെ മാർഷലേട്ടൻ പറഞ്ഞൊരു കാര്യം, ഈ വരുമ്പോഴുള്ള അക്കമഡേഷൻ വളരെ പ്രധാനപ്പെട്ട LDFിൽ വരും. സ്വാഭാവികമായിട്ടും ഇവർ 2 മുന്നണി നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു സീറ്റിൻ്റെ എണ്ണമൊക്കെ ഉണ്ട്. സ്വാഭാവികമായിട്ട് അത് 2 പേർക്കും ഈ പറഞ്ഞ 2 നല്ല കൂടുതൽ സീറ്റുകൾ കിട്ടും, എണ്ണം കിട്ടും. ഇപ്പോൾ 2 പേര് ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, 12 പേരിൽ സീറ്റിൽ മത്സരിച്ചപ്പോൾ 5 സീറ്റിലെ വിജയിക്കാൻ കഴിയുള്ളൂ. അതും കഴിഞ്ഞ ഇടത് അനുകൂലമായ രാഷ്ട്രീയ തരംഗം ഉണ്ടായപ്പോൾ പോലും അവർക്ക് 5 സീറ്റിലെ വിജയിക്കാൻ കഴിഞ്ഞുള്ളൂ. മറ്റുള്ളത്തെ 2 പേർക്ക് വിജയിക്കാൻ കഴിഞ്ഞുള്ളൂ. അപ്പോൾ ഇപ്പോൾ സ്വാഭാവികമായിട്ടും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം കൈപ്പള്ളി നേരത്തെ സൂചിപ്പിച്ചല്ലോ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ സ്വാധീന മേഖലയിൽ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ വന്നപ്പോൾ ഉണ്ടായിരുന്ന കഴിഞ്ഞ 2020 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 20 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവർക്ക് നേട്ടം കൊയ്യാൻ കഴിഞ്ഞു സ്വാഭാവികമായിട്ടും. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ നേട്ടം ഏറെക്കുറെ ആവർത്തിക്കാൻ കഴിഞ്ഞു. പക്ഷെ അതിനുശേഷം കൈപ്പള്ളി പറഞ്ഞതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല. അതിനെ തുടർന്ന് ഏറ്റവും ഒടുവിലത്തെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് അവർക്ക് ഒരു ഓപ്പണറായിരുന്നു. കാരണം അവരുടെ സ്വാധീന മേഖലകളിൽ അവർക്ക് വലിയ കനത്ത പരാജയം നേരിടേണ്ടി വന്നു എന്നുള്ള കാര്യം സത്യമാണ്. പാലാ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ നഷ്ടമായി, പല പ്രധാനപ്പെട്ട പഞ്ചായത്തുകൾ നഷ്ടമായി. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ കാൽക്കീഴിലെ മണ്ണ് ഒലിച്ചു പോവുകയാണെന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ട്. സ്വാഭാവികമായിട്ടും UDFിലോട്ട് പോകുന്നതാണ് രാഷ്ട്രീയമായി അവർക്ക് ഒരു സുരക്ഷിതത്വം എന്നുള്ള ഒരു ആലോചന ജോസ് കെ മാണിയും അവരോടൊപ്പം നിൽക്കുന്ന ചില MLAമാർക്കുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും UDFിൽ നിന്നുള്ള പിളർപ്പിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാം സെറ്റിൽമെന്റിലേക്ക് തീർച്ചയായിട്ടും പ്രമോദിനെയും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം. ഇന്നലെ 2 MLAമാരുടെയും ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ കാണുമ്പോൾ ഇന്നലത്തെ ഇവിടുത്തെ LDFിൻ്റെ സമരത്തിൻ്റെ MLA നേതാക്കളുടെ എല്ലാം ഫോട്ടോ ഇട്ട് LDF തുടരും എന്ന് റോഷി അഗസ്റ്റിനും പിണറായിയോടൊപ്പം ഉള്ള ഫോട്ടോ പങ്കുവെച്ച്
LDF തുടരുമെന്ന് പ്രമോദ് നാരായണനൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് ഈ 2 MLA-മാരാണ് LDF തുടരണം എന്ന അഭിപ്രായക്കാരാണെന്ന് നമുക്ക് മനസ്സിലായി അവരുടെ ആ നിലപാടിലേക്ക്. ഇന്നിപ്പോൾ ജോസ് കെ മാണിയുടെ മറുപടി നമുക്ക് വായിച്ചാൽ അറിയാം. അത് മുന്നണി മാറ്റം സംബന്ധിച്ചുള്ള ഒരു കാര്യവും വ്യക്തമാക്കുന്നില്ല. ഇപ്പോൾ നടക്കുന്ന രാഷ്ട്രീയമായ നീക്കങ്ങൾക്ക് പാർട്ടിയുമായി ബന്ധമില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. രാഷ്ട്രീയമായ ചർച്ചകൾക്ക് പാർട്ടിയുമായി ബന്ധമില്ല, ഒറ്റക്കെട്ടായ നിലപാടെടുക്കുമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതിനർത്ഥം 16 നടക്കുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ മുന്നണി മാറ്റം ചർച്ചയാവും. അത് ഒറ്റക്കെട്ടായി അങ്ങനെ ഒരു തീരുമാനത്തിലെത്താനാണ് ജോസ് കെ മാണി ആലോചിക്കുന്നത്. അത് ഈ 2 MLA-മാരെ കൂടെ നിർത്താൻ നോക്കും. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ പറഞ്ഞതുപോലെ നേരത്തെ മാർഷൽ സൂചിപ്പിച്ചതുപോലെ ഈ സീറ്റുകൾ വലിയ പ്രശ്നമാണ് ഇവർക്ക്. സീറ്റുകൾ വ്യക്തിഗതമായിട്ടും പാർട്ടിക്കും ഒക്കെ സീറ്റ് വേണം. ഇപ്പോൾ റോഷി അഗസ്റ്റിന് ഇടുക്കി സീറ്റ് കിട്ടണമെന്നില്ല, അവിടെ ജോസഫ് വിഭാഗം മത്സരിക്കുകയാണ്. ഇതിന് PJ ജോസഫ് വിഭാഗം എത്ര സീറ്റുകൾ വിട്ടുകൊടുക്കും എന്നുള്ള പ്രശ്നമുണ്ട്. പാലാ സീറ്റ് ഈ പറഞ്ഞ പോലെ ഒരു പ്രശ്നമായി നിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതടക്കം പരിഹരിച്ചുള്ള ഒരു ഫോർമുല, അനുകൂലമായ ഒരു ഫോർമുലയ്ക്കാണ് ജോസ് കെ മാണി കാത്തിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഒരുപാട് പ്രതിസന്ധി ഇപ്പൊ അദ്ദേഹം മാറി നിൽക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഇപ്പോൾ വിദേശത്താണ്. പക്ഷേ ഈ ഒരു മുന്നണി ജാഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സാധാരണ LDF-ന് 2 CPM-ന്റെയും CPI-യുടെയും സംസ്ഥാന സെക്രട്ടറിമാരാണ് ആ ജാഥ നയിക്കുന്നത്. അതോടൊപ്പം 3-ാം കക്ഷി നിലയിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ചെയർമാനെ ആ ജാഥ നയിക്കാനും അത് മധ്യകേരളത്തിൽ അവരുടെ മേഖല, സ്വാധീന മേഖലയിൽ ആ ജാഥ നയിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. പക്ഷേ ആ ജാഥ നയിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ സംശയം വന്നിട്ടുണ്ട്. N ജയരാജ് നയിക്കുമെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പാർട്ടി ചെയർമാനാണ് ഈ ജാഥ നയിക്കേണ്ടത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ചാഞ്ചാട്ടം ജോസ് കെ മാണിയുടെ ഭാഗത്തു നിന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് ഹൈക്കമാൻഡും പിന്നെ എല്ലാവിധ സമ്മർദ്ദങ്ങൾക്കും വശംവദരാകേണ്ട കാര്യമില്ല. അതാണ് ഞാൻ മുന്നണി. ഒരു കാര്യം അവസാനമായി, ഈ ഉള്ള മുന്നണിയുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്ന ആളുകളെ ബലി കൊടുത്തുകൊണ്ട് ജോസിനെ കൊണ്ടുവരാൻ UDF മുതിരുമോ? അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഇനി LDF മുന്നിലുള്ള കരുനീക്കം എന്തായിരിക്കും? 2 കാര്യങ്ങൾ. അല്ല, ഞാൻ ഇതിനകത്ത് വേറൊരു സംശയം ചോദിക്കുകയാണ്. അതായത് ഇപ്പോൾ വന്നേക്കുന്ന അഭ്യൂഹങ്ങളും വാർത്തകളും ഒക്കെ ജോസ് കെ മാണി തന്നെ പടച്ചുവിടുന്നതാണെങ്കിലോ? കാരണം ഇടത് മുന്നണിയിൽ തനിക്ക് കൂടുതൽ സീറ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് ക്ലെയിമുണ്ട്. അല്ലെങ്കിൽ എന്നെ വിളിക്കാൻ വേണ്ടി എന്നെ സോണിയാഗാന്ധി വിളിക്കുന്നുണ്ട്, എന്നെ സതീശൻ വിളിക്കുന്നുണ്ട്, എന്നെ കുഞ്ഞാലിക്കുട്ടി വിളിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ തന്നെ വാർത്തയുണ്ട്, സതീശനും കുഞ്ഞാലിക്കുട്ടിയും വിളിച്ചു എന്നുള്ളത്. ജോസ് കെ മാണി അത് പറഞ്ഞിട്ടില്ലല്ലോ. ജോസ് കെ മാണി പറഞ്ഞോ എന്നെ സതീശനും കുഞ്ഞാലിക്കുട്ടിയും വിളിച്ചിരുന്നു, പക്ഷേ ഞാൻ പോകുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് രഹസ്യമാക്കി വെച്ചിരിക്കുകയല്ലേ ജോസ് കെ മാണി? വിളിച്ചെങ്കിൽ വിളിച്ചെന്ന് പറയണ്ടേ? ഇനി സോണിയാഗാന്ധി വിളിച്ചു എന്ന് പറഞ്ഞ വാർത്ത വന്നല്ലോ. സോണിയാഗാന്ധി വിളിച്ചിട്ടില്ലെങ്കിൽ അത് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ തിരുത്തണ്ടേ? ഇപ്പോൾ നോക്കൂ, കേരള കോൺഗ്രസ് എം പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാട് പലവട്ടം ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം പോസ്റ്റ് വരുന്നു, വാർത്ത വരുന്നു. എന്താണ്, എവിടെയാണ്, ഏത് മുന്നണിയിലാണ് നിൽക്കുന്നത് പറയുന്നില്ല എന്ന്. ഞാൻ അദ്ദേഹത്തിൻ്റെ കേന്ദ്രത്തിൽ വിളിച്ചു പറഞ്ഞു, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വാർത്തയിട്ടത്, നിങ്ങൾ ഏത് മുന്നണിയിലാണെന്ന് പറയുന്നല്ലോ എന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാർത്ത വീണ്ടും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് തിരുത്തി. അതിങ്ങനെയാണ്, കേരള കോൺഗ്രസ് എം പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാട് ഇടതു മുന്നണിക്കൊപ്പം എന്ന് പലവട്ടം ആവർത്തിച്ച് പറഞ്ഞതാണ്. അതായത് നമ്മൾ പറഞ്ഞതിന് ശേഷമാണ് ഇടതു മുന്നണിക്കൊപ്പം എന്ന് എഡിറ്റ് ചെയ്തിരിക്കുന്നത് ഫേസ്ബുക്ക് പോസ്റ്റ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ VD സതീശൻ വിളിച്ച് ചർച്ച നടത്തിയിട്ടുണ്ടോ, കുഞ്ഞാലിക്കുട്ടി വിളിച്ചിട്ടുണ്ടോ? ചർച്ചയാക്കി നിർത്തി കഴിഞ്ഞാൽ ജോസിനാണ് എന്നാൽ ഞാൻ വിശ്വസിച്ചു. കാരണം ഇതിനകത്ത് ഗുണം ജോസ് കെ മാണിക്കുമുണ്ട്. ഇനി രണ്ടാമത്തെ വിഷയം, UDF ഈ പറയുന്ന 12 സീറ്റുമായി വരുന്നവരെ സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിലല്ല നിൽക്കുന്നത്. UDF-ൽ അതീവ പ്രതിസന്ധികളുണ്ട്. പല സീറ്റുകളും കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റാണ്. ഇപ്പം കോൺഗ്രസ് എതിരാളിയായിട്ട് ഇപ്പം റാന്നി സീറ്റിൽ കോൺഗ്രസ്സാണ് മത്സരിക്കുന്നത്. അവിടെയാണ് പ്രമോദ് നാരായണൻ ജയിക്കുന്നത്. ആ സീറ്റ് കൊടുത്തിട്ട് പ്രമോദ് നാരായണൻ അവിടെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തയ്യാറാകുമോ? അതൊരു സംശയമാണ്. അപ്പോൾ അങ്ങനെ ചാനാശ്ശേരി സീറ്റായാലും കടുത്തുരുത്തി സീറ്റായാലും ഇതെല്ലാം പ്രശ്നമാണ്. അവരുടെ സീറ്റുകളിലെല്ലാം ഈ വലിയൊരു സംഘർഷം നിലനിൽക്കുന്നുണ്ട്. അപ്പം ഒരു ഫോർമുല, നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ഫോർമുല ഉണ്ടാക്കിയെടുത്തേ മതിയാകൂ. എന്നാൽ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇടതു മുന്നണിയിൽ ജോസ് കെ മാണി വിഭാഗം അത്ര സുരക്ഷിതരല്ല, അല്ലെങ്കിൽ അവർ മുന്നണി മാറാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നത് കൊണ്ട് രാഷ്ട്രീയപരമായ ചില നേട്ടം ഒരു മുന്നണിക്കുണ്ട്. ആ മുന്നണി തന്നെയാണ് ഇതിന് പിന്നിലെന്നും വിശ്വസിക്കാം. തീർച്ചയായും. അപ്പം പ്രമേശ, രാഷ്ട്രീയമാണ്. അപ്പോൾ 1+1 2 ആയിരിക്കില്ല എപ്പോഴും. അപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പല തെരഞ്ഞെടുപ്പുകളും കരുനീക്കങ്ങളും ഒക്കെ തന്നെ നമ്മളിനി കാണാൻ പോകുന്നതേ ഉള്ളൂ. അതിൻ്റെയൊക്കെ തന്നെ ടെസ്റ്റ് ഡോസ് ആയിരിക്കണം ഇപ്പോൾ വരുന്ന ഈ അഭ്യൂഹങ്ങളൊക്കെ.